പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The first cooperative society in India was established in. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സംഘം സ്ഥാപിതമായത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The first cooperative society in India was established in. 4 ഓപ്ഷൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഏതാണ് ശരി ഉത്തരം? 1904 ആണല്ലേ. ഇതാ കാനാഗ്നിഹാൽ സൊസൈറ്റി ഇൻ കർണാടക വാസ് ഫോംഡ് ഇൻ 1904 ആണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1904. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് പ്രിൻസിപ്പിൾ ഈസ് ഫോളോഡ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? സഹകരണ സംഘങ്ങളിൽ ഏത് തത്വമാണ് പിന്തുടരുന്നത്? വിച്ച് പ്രിൻസിപ്പിൾ ഈസ് ഫോളോഡ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? 1 man 1 vote. Cooperatives operate with member equality. Cooperatives operate with member equality. അപ്പോൾ which principle is followed in cooperative societies? 1 man 1 vote. അടുത്ത ക്വസ്റ്റ്യൻ. Cooperative societies in India are registered under which act? അതായത് ഇന്ത്യയിലെ സഹകരണ സംഘങ്ങൾ ഏത് നിയമപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഏത് നിയമപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആണ് അല്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരമാണ് സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്? അതായത് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലേ. 4 ഓപ്ഷൻസ് ഉണ്ട്, അതെല്ലാവരും കണ്ടുപിടിച്ച് കാണും. അതാണ് റോബോട്ട് ഓവൻ ആണ് അല്ലേ. ഹൂ ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്? റോബോട്ട് ഓവൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദ മേജർ സോഴ്സ് ഓഫ് ചീപ്പ് റൂറൽ ക്രെഡിറ്റ് ബിസൈഡ്സ് ബാങ്ക്സ് ഈസ്? അതായത് ഈ ബാങ്കുകൾക്ക് പുറമെ വില കുറഞ്ഞ ഗ്രാമീണ വായ്പയുടെ പ്രധാന ഉറവിടം, അതാണ് ചോദിച്ചിരിക്കുന്നത്. മേജർ സോഴ്സ് ഓഫ് ചീപ്പ് റൂറൽ ക്രെഡിറ്റ് ബിസൈഡ്സ് ബാങ്ക് ഈസ് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അല്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ. ജോയിന്റ് ആൻഡ് സെവറൽ ലയബിലിറ്റി അപ്ലൈസ് ഇൻ? അതായത് സംയുക്തവും ഒന്നിലധികം ബാധ്യതകളും ബാധകമാകുന്നത്. ജോയിന്റ് ആൻഡ് സെവറൽ ലയബിലിറ്റീസ് അപ്ലൈസ് ഇൻ. 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണല്ലേ. ജോയിന്റ് ആൻഡ് സെവറൽ ലയബിലിറ്റീസ് അപ്ലൈസ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ്? അതായത് ഒരു സഹകരണ സമൂഹത്തിലെ ജനാധിപത്യ മാനേജ്മെന്റ് തത്വം അർത്ഥമാക്കുന്നത്. ദ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ്? 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഈച്ച് മെമ്പർ ഹാസ് 1 vote. ഈച്ച് മെമ്പർ ഹാസ് 1 vote. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു തരം സഹകരണ സ്ഥാപനം, സഹകരണ സമൂഹം അല്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി? 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, റീറ്റെയിൽ ആണല്ലേ. ഇറ്റ് ഈസ് നോട്ട് ആൻ എസ്റ്റാബ്ലിഷ്ഡ് കാറ്റഗറി. കൺസ്യൂമർ കവേഴ്സ് ദിസ് ആസ്പെക്ട്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? റീറ്റെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ. The highest authority in a cooperative society is? അതായത് ഒരു സഹകരണ സംഘത്തിലെ ഏറ്റവും ഉയർന്ന അധികാരം. The highest authority in a cooperative society is? എല്ലാവരും തെറ്റിച്ച് കളയുന്നതാണ്, ഏതാണ് ശരി ഉത്തരം? ജനറൽ ബോഡി ആണ് അല്ലേ. ജനറൽ ബോഡിയാണ് the highest authority in a cooperative society. അടുത്ത ക്വസ്റ്റ്യൻ. Dash is nothing but self-help made effective by organization. അതായത് ഡാഷ് എന്നത് ഒരു സംഘടനയാൽ ഫലപ്രദമാക്കപ്പെട്ട സ്വയം സഹായം എന്ന
അല്ലാത്ത മറ്റൊന്നുമല്ല. ഡാഷ് ഈസ് നത്തിങ് ബട്ട് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കോപ്പറേഷൻ ആണ് അല്ലേ? കോപ്പറേഷൻ ഈസ് നത്തിങ് ബട്ട് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഡാഷ് ആൻ ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ്. അതായത് ഓഡിറ്ററെ നിയമിക്കുന്നത് ആരാണ്? ഡാഷ് ഇൻ ദ ഡാഷ് ആൻ ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ്. ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ് അല്ലേ? ആനുവൽ ജനറൽ മീറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. NCCT സ്റ്റാൻഡ്സ് ഫോർ. NCCT എന്നാൽ ആർക്കൊക്കെ അറിയാം? NCCT വളരെ പ്രധാനപ്പെട്ടതാണ്, പല പരീക്ഷയ്ക്കും ആവർത്തിക്കുന്നതാണ്. NCCT എന്നാൽ ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഒന്ന് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. അടുത്ത ക്വസ്റ്റ്യൻ. NCUI സ്റ്റാൻഡ്സ് ഫോർ. ആർക്കൊക്കെ അറിയാം? NCUI സ്റ്റാൻഡ്സ് ഫോർ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് കമ്മിറ്റി സജസ്റ്റഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി സെപ്പറേറ്റഡ്. അതായത് ഈ വിദ്യാഭ്യാസവും പരിശീലന പരിപാടിയും വേർതിരിക്കണമെന്ന് ഒരു കമ്മിറ്റി നിർദ്ദേശിച്ചു. അത് ഏത് കമ്മിറ്റിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡാഷ് കമ്മിറ്റി സജസ്റ്റഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി സെപ്പറേറ്റഡ്. അത് ഏത് കമ്മിറ്റിയാണ്? 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഏത് കമ്മിറ്റിയാണ്? ഓപ്ഷൻ ഡി ആണല്ലേ? സ്വാമിനാഥൻ കമ്മിറ്റി ആണല്ലേ? സ്വാമിനാഥൻ കമ്മിറ്റി സജസ്റ്റഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി സെപ്പറേറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ നെയിം ഓഫ് ദ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഡാഷ്. അതായത് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ പ്രസിദ്ധീകരിച്ച മാസികയുടെ പേര് ഡാഷ് എന്നാണ്. ഏതാണ്? ദ നെയിം ഓഫ് ദ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ദ കോപ്പറേറ്റീവ് ജേണൽ ആണല്ലേ? ദ കോപ്പറേറ്റീവ് ജേണൽ. അടുത്ത ക്വസ്റ്റ്യൻ. എവറി സൊസൈറ്റി ഷാൽ മെയിൻറ്റെയിൻ ഡാഷ് ഫോർ റെക്കോർഡിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ജനറൽ ബോഡി. അതായത് ജനറൽ ബോഡിയുടെ നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഓരോ സൊസൈറ്റിയും ഡാഷ് അതിനു വേണ്ടിയിട്ട് ഡാഷ് എവറി സൊസൈറ്റി ഷാൽ മെയിൻറ്റെയിൻ. എല്ലാ സൊസൈറ്റികളും ജനറൽ ബോഡിയുടെ നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഓരോ സൊസൈറ്റിയും ഡാഷ് സൂക്ഷിക്കേണ്ടതാണ്. എന്താണ് സൂക്ഷിക്കേണ്ടത്? എവറി സൊസൈറ്റി ഷാൽ മെയിൻറ്റെയിൻ ഡാഷ് ഫോർ റെക്കോർഡിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ജനറൽ ബോഡി. ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? മിനിറ്റ്സ് ബുക്ക്. എവറി സൊസൈറ്റി ഷാൽ മെയിൻറ്റെയിൻ മിനിറ്റ്സ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ജനറൽ ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്, നെറ്റ് സെയിൽ പ്രൊസീഡ്സ്, വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആർ ഷോൺ ഇൻ ഡാഷ്. അതായത് ഈ വാങ്ങിയ സാധനങ്ങളുടെ വില, മൊത്ത വിൽപ്പന വരുമാനം, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ മൂല്യം എന്നിവ ഡാഷായി കാണിച്ചിരിക്കുന്നു. ഡാഷിൽ കാണിച്ചിരിക്കുന്നു. എവിടെയാണ് കാണിച്ചിരിക്കുന്നത്? ഷോൺ ഇൻ ഡാഷ്. എവിടെയാണ് കാണിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്, നെറ്റ് സെയിൽ പ്രൊസീഡ്സ്, വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആർ ഷോൺ ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻട്രസ്റ്റ് അക്രൂഡ് അപ് ടു ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ആർ നോൺ ആസ്. അതായത് ബാലൻസ് ഷീറ്റ് തീയതി വരെ ശേഖരിച്ച പലിശ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഇൻട്രസ്റ്റ് അക്രൂഡ് അപ് ടു ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ആർ നോൺ ആസ് ഡാഷ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ? ഇൻട്രസ്റ്റ് റിസീവബിൾ. ഇൻട്രസ്റ്റ് അക്രൂഡ് അപ് ടു ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ആർ നോൺ ആസ് ഇൻട്രസ്റ്റ് റിസീവബിൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.